ഓം നമോ ഭഗവതേ വാസുദേവായ. ഞാൻ ക്ഷേത്ര ദർശനത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ പൊറുക്കണം. നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നല്ല ശതമാനം ആൾക്കാർ വല്ല കുട്ടികളുടെ പിറന്നാളിനോ അല്ലെങ്കിൽ ഓരോരോ പിറന്നാളിനോ അല്ലെങ്കിൽ ആരും വയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുഷ്പാഞ്ജലി, ശത്രുസംഹാര പൂജ, അങ്ങനെ എന്തെങ്കിലും ഗണപതി ഹോമത്തിന് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെയാണ് കാണുന്നത്. അതേപോലെ ഈ അല്ലെങ്കിൽ പിന്നെ വേല, പൂരം, കുമ്മാട്ടിക്കൊക്കെ എല്ലാവരും വരുന്ന കാണാം. എന്നാൽ ക്ഷേത്ര ദർശനം എന്ന് പറയണത് വല്ലപ്പോഴും പോകാനുള്ളൊരു സ്ഥലമല്ല. ശരിക്കും പറ്റുമെങ്കിൽ ദിവസവും ചെന്ന് നമ്മൾ തൊഴുതു വരേണ്ട സ്ഥലമാണ് ക്ഷേത്രം. പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സതിനെ പക്വതപ്പെടുത്തുന്നുണ്ട്, പാകപ്പെടുത്തുന്നുണ്ട്. സത്വഗുണത്തിലേക്ക് കുറച്ച് വരികയാണ്. പിന്നെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ ശരീരശുദ്ധിയൊക്കെ വരുത്തിയിട്ടാണ് പോണത്. ബ്രെയിനും തണുക്കും. അങ്ങനെ പോകുന്ന സമയത്തിന് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ മനസ്സിലോ നമ്മളറിയാതെ തന്നെ ആ ഭഗവാനിപ്പത്തിലെ ചിന്തയിൽ ഒരു നാമജപം മനസ്സിൽ വരും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ആലുണ്ടാവും. മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഈ ആലിൽ നിന്ന് നല്ല ഓക്സിജൻ കിട്ടും. അതുതന്നെ നമുക്ക് ശരീരത്തിന് നല്ല സുഖമാണ്. അതിനകത്ത് ചെന്ന് അവിടെ നമ്മൾ തൊഴുകുന്നു, ഭഗവാനെ തൊഴുകുന്നു, അങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്കൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ബ്രെയിനിലേക്ക് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്. അതേപോലെ ആരെങ്കിലും അവിടെ ഇരുന്നിട്ട് ഭാഗവതം വായിക്കുന്നുണ്ടാവും, രാമായണം വായിക്കുന്നുണ്ടാവും. അത് കുറച്ച് നേരം ഇങ്ങനെ ശാന്തമായ അതിൽ ഇങ്ങനെ ഇരുന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് നമുക്ക് കിട്ടും. അതേപോലെ ഇപ്പോൾ അവിടെ നെയ് വിളക്ക് കത്തിക്കുന്നുണ്ട്, എള്ളുതിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല ഓക്സിജൻ ഉണ്ടാവും. ആ ഓക്സിജൻ നമുക്ക് എന്തോ ഒരു സുഖം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഒരു തിക്കുമുട്ടുണ്ടായാലും നമുക്ക് നല്ലൊരു സുഖം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ ഏത് ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു സ്ഥലത്ത് പോയ ആ പ്രധാന ദേവൻ അല്ലെങ്കിൽ ദേവി അവിടെ ഈ ചുറ്റും മതിലിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കണമെന്നാണ് പറയണത്. അതുകൊണ്ട് നമ്മൾ മതിലിൻ്റെ അകത്ത് ചെന്നാൽ നമ്മൾ ഒരിക്കലും ലൗകിക കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. നാമജപം മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. നാമജപം മാത്രം എഴുതി വെച്ചിട്ടുണ്ടാകും മിക്കവാറും ക്ഷേത്രങ്ങളിൽ. കാരണം തൊട്ടപ്പെടുത്ത കാര്യങ്ങൾ അതൊന്നും നമ്മളങ്ങനെ സംസാരിച്ചിട്ട് ആരെങ്കിലും കുറ്റപ്പെടുത്തിയും കൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല. നമ്മൾ നാമജപം മാത്രം അതിൻ്റെ ഉള്ളിൽ. പിന്നെ തീർത്ഥം വാങ്ങുമ്പോൾ ഇത് നമ്മുടെ തള്ളവിരൽ ബ്രഹ്മമാണ്, ഇത് ചൂണ്ടാൻ വിരൽ പറഞ്ഞ അഹങ്കാരമാണ്. അപ്പോൾ ഈ ബ്രഹ്മത്തിൻ്റെ താഴെ അഹങ്കാരമാണെന്ന് ചൂണ്ടാൻ വിരലിനെ കൊണ്ടുവന്ന് വെക്കണം. ഈ വരയിലേക്ക് ഇങ്ങനെ വയ്ക്കുക. താഴെ ബ്രഹ്മത്തിൻ്റെ താഴെ അഹങ്കാരത്തിനെ വെച്ചു. എന്നിട്ട് വേണം തീർത്ഥം വാങ്ങാൻ. തീർത്ഥം വാങ്ങി ഇങ്ങനെ കുടിക്കാൻ പാടില്ല. അപ്പോൾ ഈ എച്ചിൽ ഇവിടെ ആവും. കയ്യിലായി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചന്ദനവും വാങ്ങും. അത് പാടില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ തീർത്ഥം വാങ്ങി ഇങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെ തിളയ്ക്കുക. അപ്പം നമ്മൾ കൈ ശുദ്ധമായിരിക്കും. അങ്ങനെ വേണം ശ്രദ്ധിക്കാൻ. പിന്നെ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ഇടതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട്. കാരണം ഗംഗാദേവി ഗംഗ അവിടെ ഒഴുകണമെന്നാണ് പറയുന്നത്. ഇടതുഭാഗത്ത് ഗംഗ ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനെ മുറിച്ച് കടക്കാൻ പാടില്ല. അതാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ തിരിച്ചു പോകുന്ന സമയം നമ്മുടെ വലതുഭാഗത്ത് ബലിക്കല്ലുകളും നവഗ്രഹങ്ങളും വരുന്ന പോലെ വേണം നമ്മൾ പ്രദക്ഷിണം വയ്ക്കാൻ. ആദ്യം വരുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് തന്നെ ആയിരിക്കും ബലിക്കല്ലും ഒക്കെ ഉണ്ടാവുക. തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് വരുന്ന പോലെ വേണം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. തിരിച്ചു പോകും വലതുഭാഗത്ത് വരണം. പിന്നെ ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ മൂന്ന് പ്രദക്ഷിണമാണ് വേണ്ടത്. വിഷ്ണുവിനും ഭഗവതിക്കും 4 പ്രദക്ഷിണം, ഗണപതിക്ക് ഒറ്റ പ്രദക്ഷിണം മതി, മറ്റ് ദൈവങ്ങൾക്കൊക്കെ 3. ഈ വിഷ്ണുവിനും ഭഗവതിക്കും മാത്രം 4 പ്രദക്ഷിണം. ബാക്കിയെല്ലാം ഗണപതി ഒഴികെ ബാക്കിയൊക്കെ 3 വേണ്ടത്. ഗണപതിക്ക് ഒരു പ്രദക്ഷിണേ വേണ്ടു. പിന്നെ ഗണപതിക്ക് ഒറ്റപ്പം വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. ഭഗവതിക്ക് കടുംപായസം, പായസം, പിന്നെ രക്തപുഷ്പാഞ്ജലി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ്. വിഷ്ണുവിനും കൃഷ്ണനും പാൽപ്പായസം പ്രധാനമാണ്. അയ്യപ്പനും ഈ ശനീശ്വരനൊക്കെ നമ്മൾ സാധാരണ എള്ളുതിരി കത്തിക്കും അവിടെ. ഈ ശനീശ്വരനൊക്കെ ശനിദോഷമൊക്കെ മാറ്റുന്നതാണ്. അപ്പോൾ അവിടെ പോയാലും നമ്മൾ അയ്യപ്പനോട് പോയാലും എള്ളുതിരി കത്തിക്കാറുണ്ട്.
പിന്നെ നമ്മൾ ഈ പ്രതിഷ്ഠയുടെ വലതുവശത്ത് നിന്നിട്ട് വേണം അത്ര തൊഴുകാൻ. കാരണം ഈ ചൈതന്യം നമ്മൾ ഭഗവാന്റെ വലത് കയ്യിൽ നിന്ന് വേണേൽ നമുക്ക് കിട്ടാൻ, അതിന് വേണ്ടിയിട്ട് വലതുവശത്ത് നിന്ന് തൊഴുകണം പറയുന്നത്. അതേപോലെ നമ്മൾ നേരെ നിന്ന് ഒരിക്കലും തൊഴുകാൻ പാടില്ല. അത് ആ നടുവിലൊരു ബലിക്കല്ല് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ചൈതന്യം 2 സൈഡിലേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലേക്ക് നിൽക്കുന്നതുകൊണ്ട് ആ സൈഡിൽ നിന്നിട്ട് വേണം നമ്മൾ തൊഴുകാൻ. പിന്നെ ഷർട്ട് ഇടാൻ പാടില്ല പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ദേഷ്യപ്പെടാനില്ല. കാരണം നമ്മൾക്ക് എന്താ വെച്ചാൽ ഈ ചൈതന്യം നമ്മുടെ മേലെ മുഴുവനും തട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഷർട്ട് ഇടേണ്ടത് പറയണത്. എന്നാൽ സ്ത്രീജനങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ജാക്കറ്റോ അല്ലെങ്കിൽ ടോപ്പോ ഒക്കെ ഇട്ടിട്ട് അവർ വരും. നമുക്ക് സുഖമായിട്ട് ഷർട്ട് വരുന്നത് നമ്മൾ അത്രയും നമുക്ക് ചൈതന്യം നമ്മുടെ മേലെ വരണം. പണ്ടത്തെ ആൾക്കാർ ഷർട്ടേ ഉപയോഗിച്ചിരുന്നില്ല, അവർക്ക് നല്ലവണ്ണം ചൈതന്യം കിട്ടും. അതിനാ പറയണം. അല്ലാണ്ട് നമ്മൾ ഷർട്ട് ഇടേണ്ട പറഞ്ഞാൽ ദേഷ്യപ്പെടേണ്ട കാര്യം വരുന്നില്ല. നമ്മുടെ ഒരു നല്ലതിന് വേണ്ടിയിട്ടാണ് ഓരോ ക്ഷേത്ര ജീവനക്കാർ പറഞ്ഞത് ഷർട്ട് ഇടാണ്ട് ഉള്ളിൽ പോകണം. പറഞ്ഞാൽ നമുക്കൊരു ഉപകാരം ചൈതന്യം നമുക്ക് നല്ലവണ്ണം ഉള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പറയുന്നത്. ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.